മെൻ്റൽ ഡിസോർഡേഴ്സ് പ്രശ്നങ്ങളുള്ള പയ്യൻ. അപ്പോൾ അവന് പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ച് സ്ഥലത്തൂടെ നടന്നു പോവുകയാണ്. ഫോർ എക്സാമ്പിൾ അവൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി. അവൻ്റെ സ്ഥലം തിരുവനന്തപുരം അല്ല, വടക്കേക്കോഴയാണ്. അവൻ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവനിങ്ങനെ നടന്നു പോകുമ്പം അവൻ്റെ പ്രശ്നമുള്ള പയ്യൻ തിരുവനന്തപുരത്ത് പഠിക്കണം, പത്തനംതിട്ട വീട്. അപ്പോൾ അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ ഹോസ്റ്റലിൽ ഒരു ചേച്ചി പോണേ, ചേച്ചി ഒന്ന് മോനെ അകത്തേക്ക് പോയി ഫാനൊന്ന് ഫിക്സ് ചെയ്ത്. അപ്പോൾ അവൻ അകത്തേക്ക് പോകുമ്പോൾ ചേച്ചി ഇങ്ങനെ ഫാൻ ഫിക്സ് ചെയ്യാൻ കയറി നിൽക്കുന്നു. അതല്ല സീൻ. അപ്പോൾ നമ്മുടെ വീടിനടുത്തൊരു ചേച്ചി, എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തക്കാളി എടുത്ത് കഴിക്കരുതെന്ന് തൊട്ടടുത്ത വീട്ടിലൊരാൾ പറയുന്നു. അപ്പോൾ ആ പയ്യൻ വിചാരിക്കുന്നു ഞാൻ വീട്ടിലിരിക്കുമ്പം തക്കാളി എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അത് അമ്മ വഴക്ക് പറയാറുണ്ട്, അത് ഇവർക്കറിയാം. അപ്പോൾ അവരതുകൊണ്ടാണ് എന്നെ ഇത് പറയുന്നത് എന്ന് പറയുന്നൊരു പാരാനോയിയ ഉണ്ടല്ലോ. ശരിക്കും അത് ഓവർ തിങ്കിങ് ആണ് ശരിക്കും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സാധനം അത് ഒരു അസുഖത്തിലേക്കുള്ളൊരു ഡീവിയേഷൻ കൂടെ ആണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മേ ബി ചിലപ്പോൾ അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ പറഞ്ഞാൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഒന്നാണ് ഓവർ തിങ്കിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ഒരാൾ ഈ അസുഖത്തിലേക്ക് പോകുമെന്നല്ല, പക്ഷേ ഈ പറയുന്ന സാധനം ഓവർ തിങ്കിങ് ഇങ്ങനെ അസുഖങ്ങളുടെ ഒരു സിംറ്റം കൂടെ കേട്ടോണ്ടിരിക്കുമ്പോൾ അയ്യോ എനിക്ക് ഇനി ആ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളൊരു ഓവർ തിങ്കറാണ്.